ഇന്ന് നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. പ്ലസ് ടു സെക്കൻഡ് ഇയറിൽ മെട്രിസസ്. സെക്കൻഡ് ഇയറിലെ മാത്സ് ടോപ്പിക്സിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് മെട്രിസസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് മെട്രിക്സ് എന്നും മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ചില അപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മെട്രിസസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മാത്തമാറ്റീഷ്യൻസിന് ആണ് സാധാരണ പറയാറുള്ളത്. ജെയിംസ് സിൽവസ്റ്റർ, who introduced the term matrix, and Arthur Cayley, who is known as the father of matrices. ഇനി നമുക്ക് മെട്രിക്സിന്റെ അപ്ലിക്കേഷൻസ് ഏതെല്ലാം ഫീൽഡിലാണെന്ന് നോക്കാം. To solve the system of linear equations. ലീനിയർ ഇക്വേഷൻസ് എന്താണെന്ന് നമുക്കറിയാം. രണ്ട് വേരിയബിൾസ് ഉള്ള ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. +1 ക്ലാസ്സുകളിൽ സർക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ 3 അൺനോൺസ് അതിൽ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ആ 3 അൺനോൺസ് കണ്ടുപിടിക്കാൻ മിനിമം 3 ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസ് കിട്ടി അവ തമ്മിൽ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ആ ആൻസറിലേക്ക് എത്താറുള്ളത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടതാണ്. ചില പ്രത്യേക ടൈപ്പ് ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യാൻ കുറച്ച് ലെങ്തി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാവുമ്പോൾ 3ൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ടഫ് ആയിരിക്കും. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡ്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മെട്രിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു മെയിൻ അപ്ലിക്കേഷൻ പറയാനുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മെട്രിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോബബിലിറ്റി തിയറിയിൽ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാനും അതുപയോഗിച്ചുള്ള കാൽക്കുലേഷൻസിനും ഒക്കെ മെട്രിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, മെട്രിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ക്രിപ്റ്റോഗ്രഫിയിലാണ്. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ കോഡ് ലാംഗ്വേജ് ആണ്. പിന്നെ രാജ്യങ്ങളിലെ രഹസ്യങ്ങൾ കൈമാറാൻ, മറ്റു രാജ്യങ്ങൾ അറിയാതെ രഹസ്യങ്ങൾ കൈമാറാൻ, അപ്പോൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മറ്റ് സ്ഥലത്തേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തിക്കാൻ ഒക്കെ ഉപയോഗിക്കുന്ന കോഡ് ലാംഗ്വേജ് ആണ് ക്രിപ്റ്റോഗ്രഫി. അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് മെട്രിസസ്. പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിൽ, ആ ഫിസിക്സിന്റെ ബ്രാഞ്ചിൽ ഒരുപാട് കാര്യങ്ങൾ മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിലുണ്ട്, അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗിൽ, ഇതിലൊക്കെ മെട്രിക്സ് എന്ന ആശയം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തിനാണ് മെട്രിക്സ്? ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത് 4 വ്യക്തികൾ, മാർക്ക്, ജാനിസ്, പിന്നെ പോളി, ജോയ്സി. ഈ 4 ആൾക്കാരുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ 4 കുട്ടികളുടെ കയ്യിലുള്ള ചോക്ലേറ്റ് ബാർസിന്റെ എണ്ണം, ലോലിപോപ്സിന്റെ എണ്ണം, അതുപോലെ ജെല്ലി ബീൻസിന്റെ എണ്ണം, ഇതൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്ക് എന്ന കുട്ടിയുടെ കയ്യിൽ 2 ചോക്ലേറ്റ് ബാർസും 7 ലോലിപോപ്സും 9 ജെല്ലി ബീൻസും ഉണ്ട്. അപ്പോ രണ്ടാമത്തേതിൽ ജാനിസിന്റെ കയ്യിൽ 8 ചോക്ലേറ്റ് ബാർസ്, 1 ലോലിപോപ്പ്, ജെല്ലി ബീൻസ് 21 എണ്ണം, അതുപോലെ ബാക്കി 2 കേസും. അപ്പൊ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒന്നാമത്തെ ലൈനിൽ എന്താണ്, രണ്ടാമത്തെ ലൈനിൽ എന്താണ്. അപ്പൊ അതിലൊരു എന്താ പറയുക, ഒരു റൂൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഒന്നാമത്തെ ഈ ലൈനിൽ, അതായത് ഫസ്റ്റ് കോളം എന്ന് വേണമെങ്കിൽ പറയാം, ഈ കോളത്തിൽ നമ്മൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? ചോക്ലേറ്റ് ബാർസിന്റെ എണ്ണാണ്, ഓരോ കുട്ടിയുടെയും കയ്യിലുള്ള ചോക്ലേറ്റ് ബാർസിന്റെ എണ്ണാണ്. രണ്ടാമത്തെ ലൈനിൽ, ഈ ലൈനിൽ ലോലിപോപ്സിന്റെ എണ്ണം ഓരോരുത്തരുടെയും കയ്യിലുള്ളത്, അതുപോലെ മൂന്നാമത്തേൽ ജെല്ലി ബീൻസിന്റെ എണ്ണം. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ എഴുതിയിട്ടുള്ളത്. ഇനി ഈ പാറ്റേണിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഇൻഫർമേഷൻസിനെ ഓർഗനൈസ് ചെയ്യാനാണ് മെട്രിക്സ് ഉപയോഗിക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ മെനി ജെല്ലി ബീൻസ് ഡിഡ് പോളി ഗെറ്റ്? അപ്പൊ പോളി എന്ന കുട്ടിയുടെ കയ്യിലുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ലൈനിൽ, ഈ ഹൊറിസോണ്ടൽ ലൈനിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ റോയിലാണ് കിടക്കുന്നതെന്ന് പറയാം. ഈ റോയില് ഏത് എലമെന്റ് ആണ് ജെല്ലി ബീൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ എലമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ഥാനത്ത് കിടക്കുന്ന എലമെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും, എന്താ പറയാൻ പറ്റുക, ഈ ലൈനിലാണ് പോളി ഉള്ളത്. പോളി എന്ന വ്യക്തിയുടെ കയ്യില് മൂന്നാമത്തെ റോയിലാണ് പോളിയുടെ കാര്യങ്ങൾ, പോളിയുടെ കയ്യിലുള്ള സ്വീറ്റ്സിന്റെ എണ്ണം റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. പോളിയുടെ കയ്യില്
ജെല്ലി ബീൻസ് 3 ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതില് ഈ പാറ്റേണിലുള്ള ഓരോ സംഖ്യയ്ക്കും ഓരോ മീനിങ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാൻ നമുക്ക് ഈ ഒരു റെപ്രസെന്റേഷൻ സഹായിക്കും. ഇനി അടുത്ത് നോക്കുക, ഹു ഗോട്ട് ദ മോസ്റ്റ് ചോക്ലേറ്റ് ബാർസ്. അപ്പൊ നമുക്കറിയാം ചോക്ലേറ്റ് ബാർസ് എവിടെയാണ് കിടക്കുന്നത്? ചോക്ലേറ്റ് ബാർസിന്റെ എണ്ണം ഈ വെർട്ടിക്കൽ ലൈനിൽ വരുന്ന എലമെന്റ്സ് ആണ് ചോക്ലേറ്റ് ബാർസിന്റെ എണ്ണം. ആരൊക്കെയാണ് കൂടുതൽ ചോക്ലേറ്റ് ബാർസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ 4 ഏത് എലമെന്റ് ആണ് ഏറ്റവും വലുത് നോക്കിയാൽ മതിയില്ലേ? സോ ഇറ്റ് ഈസ് 19. അത് ജോയ്സിക്കാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ജോയ്സി ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചോക്ലേറ്റ് ബാർസ്. അത് ഈ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ അടുത്തത്, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് റോ റെപ്രസെന്റ്? ഏതാ ഫസ്റ്റ് റോ? ഇതാണ് ഫസ്റ്റ് റോ. ഹൊറിസോണ്ടൽ ലൈനാണ് റോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഈ റോയില് ഉള്ള എലമെന്റ്സിന്റെ സമ്മ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ റോയിലുള്ളത് മാർക്ക് എന്ന കുട്ടിയുടെ കയ്യിലുള്ള സീറ്റ്സിന്റെ എണ്ണാണ്. ഓരോ ടൈപ്പ് സീറ്റ്സിന്റെ എണ്ണാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ മാർക്കിന്റെ കയ്യില് ആകെ എത്ര സീറ്റ്സ് ഉണ്ടെന്നാണ് ഈ സം റെപ്രസെന്റ് ചെയ്യുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക, വാട്ട് ഈസ് ദ സം ഓഫ് ദ തേർഡ് കോളം റെപ്രസെന്റ്? ഏതാ തേർഡ് കോളം? ദ ഫസ്റ്റ് കോളം, ദ സെക്കൻഡ് കോളം, ദ തേർഡ് കോളം. ഇതിലെ എലമെന്റ്സിന്റെ എണ്ണം എന്തിനെ കാണിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഈ കോളത്തിൽ നമ്മൾ എന്താ കാണിച്ചിട്ടുള്ളത്? ഓരോ കുട്ടിയുടെയും കയ്യിലുള്ള ജെല്ലി ബീൻസിന്റെ എണ്ണാണ്. അപ്പൊ ഈ സംഖ്യകളുടെ സം എന്ന് പറഞ്ഞാൽ 4 ആൾക്കും കൂടി ആകെ എത്ര ജെല്ലി ബീൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ സംഖ്യകളുടെ സം റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കുക, ഈ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു റെക്ടാങ്കുലർ ഫോമിലുള്ള നമ്പേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഇതിലൂടെ ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താണ് മെട്രിക്സ് എന്നാണ്. So let us define the matrix. A matrix is an ordered rectangular array of numbers or functions. നേരത്തെ കാണിച്ച ഈ നമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഫംഗ്ഷൻസും വരാം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പൊ ഫംഗ്ഷൻസും ആവാം എന്നുള്ളത് കൊണ്ടാണ് array or numbers എന്ന് പറഞ്ഞത്. array of numbers or functions enclosed between 2 brackets. 2 ബ്രാക്കറ്റിന്റെ ഉള്ളില് ഈ പറയുന്ന ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. എന്തിനെ അറേഞ്ച് ചെയ്യുന്നു? നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ദ നമ്പർ ഓർ ഫംഗ്ഷൻസ് ആർ കോൾഡ് എലമെന്റ്സ് ഓർ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ്. അതായത് ബ്രാക്കറ്റിന്റെ ഉള്ളില് നമ്മൾ എഴുതുന്ന ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ആ മെട്രിക്സിന്റെ എൻട്രീസ് അല്ലെങ്കിൽ ആ മെട്രിക്സിന്റെ എലമെന്റ്സ്. നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ഇതൊരു മെട്രിക്സ് ആണ്. ഇതില് 2 എലമെന്റ്സ് ഉള്ളത്, 1ഉം -1ഉം. ഇനി ഇത് വേറൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 4, 2, -3, 0. അതുപോലെ ഇതിലും 4 എലമെന്റ്സ് ഉണ്ട് ഈ മെട്രിക്സില്, A, B, C and D. ഇതാണ് എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിന്റെ ഉള്ളില് നമ്മൾ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിനെയാണ് ഈ മെട്രിക്സിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, മെട്രിക്സിന് മെയിൻ ആയിട്ട് 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. 2 എന്നല്ല, അത് ഏകദേശം ഒന്ന് തന്നെയാണ്, 2 രീതിയിൽ പറയുന്നേ ഉള്ളൂ. ഒരു മെട്രിക്സിന് സ്പെസിഫൈഡ് നമ്പർ ഓഫ് റോസും സ്പെസിഫൈഡ് നമ്പർ ഓഫ് കോളംസും ഉണ്ടായിരിക്കും. റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് റോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ് കോളംസ്. അപ്പൊ ഒരു പ്രത്യേക നമ്പർ ഓഫ് റോസ് ഉണ്ടാവും, അതുപോലെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കോളംസ് ഉണ്ടാവും. അതൊരു മെട്രിക്സിന്റെ പെക്യൂലിയർ ക്യാരക്ടർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടിയാണ്. ഇനി ഈ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് ഡിസ്ക്രൈബ് ദ ഡയമെൻഷൻ ഓർ സൈസ് ഓഫ് ദ മെട്രിക്സ്. ആ മെട്രിക്സിന്റെ സൈസ് എന്താണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ റോസിന്റെ എണ്ണവും കോളംസിന്റെ എണ്ണവും ആണ്. അതായത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, റോസിന്റെ എണ്ണം ഇൻഡു എന്നാണ് എഴുതുന്നതെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ബൈ എന്നാണ് വായിക്കുക. റോസ് ബൈ കോളംസ്. ഇപ്പൊ റോസിന്റെ എണ്ണം 2 ആണ്, കോളംസിന്റെ എണ്ണം 3 ആണെങ്കിൽ 2/3 എന്ന് പറയാം. ഈ ഒരു പ്രത്യേക പാറ്റേണിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് മെട്രിക്സിന്റെ ഡയമെൻഷനെ പ്രതിനിധീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ മെട്രിക്സിന്റെ സൈസിനെ കാണിക്കുന്ന ഒരു ടേം ആണ് ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് പറയുന്ന രീതി ഇതാണ്, റോസിന്റെ എണ്ണം എത്രയാണോ അത് ബൈ കോളംസിന്റെ എണ്ണം എന്നാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുക. ഇനി ചില എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൽ നമുക്ക് കാണാം 3 റോസ് ഉണ്ട്, 3 കോളംസും ഉണ്ട്. ഏതാണ് ഫസ്റ്റ് റോ?
ഫസ്റ്റ് റോയിൽ വരുന്ന എലമെന്റ്സ് 1, 2 and 4 ആണ്. നൗ സെക്കൻഡ് റോയിൽ വരുന്ന എലമെന്റ്സ് 4, -1, 5. ഈ 3 എലമെന്റ്സ് ആണ്. ഇതൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ മെട്രിക്സിന്റെ ഉള്ളിലെ എലമെന്റ്സ് എഴുതുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കോമയും കുത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഓരോ എലമെന്റ്സിന്റെ സ്ഥാനം വേർതിരിച്ചറിയാൻ പാകത്തിന് ഇവിടെ ഗ്യാപ്പ് ഇടുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇനി തേർഡ് റോ നോക്കാം. 3, 3 and 3. ഇതാണ് അതിലത്തെ തേർഡ് റോ. ഇനി നമുക്ക് ഏതൊക്കെയാണ് കോളംസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ലൈനിൽ വരുന്ന എലമെന്റ്സ് ആണ്. ദാറ്റ് ഈസ് 1, 4, 3. ഇതാണ് ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ്സ്. അതുപോലെ സെക്കൻഡ് കോളത്തിൽ വരുന്ന 2, -1, 3. തേർഡ് കോളത്തിൽ വരുന്ന എലമെന്റ്സ് 4, 5, 3. അപ്പൊ നമുക്ക് കാണാം ഇതിന് 3 റോസും 3 കോളംസും ഉണ്ട്. ഇനി വേറൊരു എക്സാമ്പിള് ഇതാണ് അടുത്തൊരു മെട്രിക്സ്. ഇതിൽ എത്ര റോസ് ഉണ്ട്? ഒരു റോ, ഇത് രണ്ടാമത്തെ റോ. സോ വി ഹാവ് 2 റോസ്. ഹൗ മെനി കോളംസ് ആർ ദർ? ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം ആൻഡ് ഫോർത്ത് കോളം. അപ്പൊ 2 റോസും 3 കോളംസും ആണ് ഇതിനുള്ളത്. ഇനി വേറൊന്ന് ഇതിലാകെ 2 എലമെന്റ്സേ ഉള്ളൂ. എത്ര റോസ് ഉണ്ട്? ഒരൊറ്റ റോയേ ഉള്ളൂ. എത്ര കോളംസ് ഉണ്ട്? 2 കോളംസ് ഉണ്ട്. ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം. ഓക്കെ. ഇനി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോന്നിലെയും റോസ് എത്ര, കോളംസ് എത്ര എന്നൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ ഓരോ മെട്രിക്സിന്റെയും ഓർഡർ എങ്ങനെ എഴുതാൻ നോക്കാം. ഓർഡർ, ഈ മെട്രിക്സിന്റെ ഓർഡർ, ഇതിൽ നമുക്ക് 3 റോസും 3 കോളംസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ we will write the order as 3/3. ഇതിൽ ഫസ്റ്റ് എലമെന്റ് റോസിന്റെ എണ്ണത്തിനെ കാണിക്കുന്നു, സെക്കൻഡ് എലമെന്റ് കോളത്തിന്റെ എണ്ണത്തിനെ കാണിക്കുന്നു. ഇത് തിരിച്ചു പറയാറില്ല. എപ്പോഴും റോസിന്റെ എണ്ണാണ് ആദ്യം പറയുക, കോളംസിന്റെ എണ്ണാണ് രണ്ടാമത് പറയുക. In the same way, what is the order of this matrix? We know that we have 2 rows and 4 columns. So the order is 2/4. ഇതിൽ ഒരു റോയും 2 കോളംസും. So its order is 1/2. ഇനി നമുക്കൊരു മെട്രിക്സിന്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. അപ്പൊ അതിനു മുമ്പ് പറയാനുള്ളത്, മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. എ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ എ ബോൾഡ് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ദ എലമെന്റ്സ് വിതിൻ ദ മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ഉള്ളിൽ വരുന്ന എലമെന്റ്സ് ഡിനോട്ട് ചെയ്യാൻ സ്മോൾ ലെറ്റേഴ്സ്, ലോവർ കേസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ മെട്രിക്സിന്റെ പേര് കൊടുക്കാൻ അല്ലെങ്കിൽ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സും മെട്രിക്സിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്മോൾ ലെറ്റേഴ്സുമാണ്. ഇനി നമുക്ക് നോക്കാം ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് എ എന്നാണ് മെട്രിക്സിന്റെ പേര് എന്നുള്ളത് കൊണ്ട് സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എലമെന്റ്സിനെ നമ്മൾ കാണിക്കാറുള്ളത്. അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല, അതൊരു ജനറൽ പാറ്റേൺ ആയിട്ട് നമ്മൾ എഴുതുന്നേ ഉള്ളൂ. ഇനി നോക്കാം ഇതിൽ എത്ര റോസ് ഉണ്ട്. ഇത് ഒന്നാമത്തത്, രണ്ടാമത്തത്, അങ്ങനെ കുറെ കഴിഞ്ഞ് ഇത് ith റോ ആണ്. പിന്നെയും കുറെ കഴിഞ്ഞ് ലാസ്റ്റ് m എന്ന നമ്പർ, mth റോ. So clearly here we have m rows. And how many columns are there? First column, second column, പിന്നെ jth column, അങ്ങനെ പോയി ലാസ്റ്റ് കോളം nth കോളം. So we have first, second, അങ്ങനെ ഏതുവരെ n വരെ. അപ്പോൾ n കോളംസും ഉണ്ട്, m റോസും n കോളംസും ഉണ്ട്. So what is the order? The order of the matrix A is m/n. അത് വായിക്കുന്നത് m/n ആണ്. അതിൽ m റെപ്രസെന്റ് ചെയ്യുന്നത് റോസിന്റെ എണ്ണത്തിനെയാണ്, n റെപ്രസെന്റ് ചെയ്യുന്നത് കോളംസിന്റെ എണ്ണത്തിനെയാണ്. So this is an example for a m/n matrix. m/n matrix എന്ന് പറഞ്ഞാൽ m റോസും n കോളംസും ഉള്ള മെട്രിക്സ്. ഇനി ഇതില് ഒരു ജനറൽ റോയിലെ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ith റോ, ഫസ്റ്റ് റോയ്ക്കും ലാസ്റ്റ് റോയ്ക്കും ഇടയ്ക്കുള്ള ഒരു റോ, ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിട്ട് അതിനെ വിചാരിക്കാം. ഇനി എങ്ങനെയാണ് ഇതിലത്തെ എലമെന്റ്സ് വന്നിരിക്കുന്നത്, ആ പാറ്റേൺ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്. Now what is the representation of A12? ഫസ്റ്റ് റോയില് രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റ്. അപ്പൊ ഇങ്ങനെ എഴുതുന്നതില് ഈ സഫിക്സിലെ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും റോസ് അത് ഏത് റോയിലാണെന്ന് കാണിക്കും, സെക്കൻഡ് എലമെന്റ് എപ്പോഴും അത് ഏത് കോളത്തിലാണെന്ന് റെപ്രസെന്റ് ചെയ്യും. സോ വാട്ട് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് A1j? ദ എലമെന്റ് വിച്ച് ലൈസ് ഇൻ ദ ഫസ്റ്റ് റോ ആൻഡ് jth കോളം. Now what is A1n? The element which is lying in the first row and nth കോളം. ഇനി A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഒന്നാമത്തെ എലമെന്റ്.
A22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ രണ്ടാമത്തെ എലമെന്റ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് ഇത് A22. A2j എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെക്കൻഡ് റോയിലെ jth കോളത്തിൽ വരുന്ന എലമെന്റ്. ഇതുപോലെ നമുക്ക് ഇതിനെല്ലാത്തിനെയും ആ സ്ഥാനത്തിനെയാണ് ഈ രണ്ട് നമ്പേഴ്സ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ രണ്ട് നമ്പേഴ്സിലും അതേ സാധാരണ റോസിന്റെ എണ്ണമേ ആദ്യം പറയാറുള്ളൂ. അതുപോലെ രണ്ടാമത് കോളത്തിന്റെ എണ്ണം അത് ഏത് കോളത്തിലാണെന്ന് മാത്രമേ രണ്ടാമത് പറയാറുള്ളൂ. ആ ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കുക, വാട്ട് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദിസ് എലമെന്റ് Aij? ദിസ് ഇസ് ദ എലമെന്റ് which comes in the ith row and jth column. which comes in the ith row and jth column. അതിന് നമ്മൾ ഇങ്ങനെ പറയും ijth element എന്ന് പറയാറുണ്ട്. ആ എലമെന്റ് Aij പറയുന്ന പേരാണ് ijth element, in the sense that the element which comes in the ith row and jth column. ഇനി ഇത് കൂടാതെ ഈ Aij ജനറൽ ടേം എന്നും പറയാറുണ്ട്. ഈ മെട്രിക്സിലെ ഒരു ജനറൽ ടേം ആണ് Aij. ഇനി ഈ മെട്രിക്സിനെ ഇത്ര വലുതാക്കി എഴുതുന്നതിന് പകരം അതിലത്തെ ജനറൽ എലമെന്റ് ഉപയോഗിച്ച് ആ മെട്രിക്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ പാറ്റേൺ ആണ് ഇത്. മെട്രിക്സിന്റെ പേര് A എന്നാണ്, അതിലത്തെ ജനറൽ എലമെന്റ് Aij ആണ്. അപ്പൊ ഐയും ജെയും എന്താണ്? I stands for the number of row and J is the number of column. അല്ലെ? അപ്പൊ ഐയുടെ വാല്യൂ ഏത് തൊട്ട് ഏത് വരെ ആവാം. ഐ എന്ന് പറയുന്ന റോസിന്റെ എണ്ണല്ലേ? ഇവിടെ എത്ര റോസ് ഉണ്ട്? m റോസ് ആണ് ഉള്ളത്. സോ ഐയുടെ വാല്യൂ 1 തൊട്ട് m വരെ പോവാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ ജെയുടെ വാല്യൂ, ജെ എന്ന് പറയുന്നത് കോളത്തിന്റെ നമ്പറാണ്. ഈ മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ട്? ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ ഏതുവരെ? n വരെ. n കോളംസ് ഉള്ളത്. അപ്പൊ ജെയുടെ വാല്യൂ 1 തൊട്ട് n വരെ ആവാം. അപ്പൊ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഈ നമ്പർ കാണിക്കുന്നത് ആ മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്നാണ്. അപ്പോ ഒരു ജനറൽ മെട്രിക്സിന്റെ ഫോം m/n ഓർഡറിലുള്ള ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം ആയിട്ട് ഇത് എഴുതാം. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഓരോ എലമെന്റിന്റെ സ്ഥാനം നമുക്ക് സ്മോൾ ലെറ്റേഴ്സും താഴെയുള്ള രണ്ട് നമ്പേഴ്സും വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ജനറൽ ഫോം ഓഫ് ആൻ m/n മെട്രിക്സ്. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഏതൊക്കെയാണെന്നാണ് പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തേതാണ് കോളം മെട്രിക്സ്. ആ പേരിൽ തന്നെ ഉണ്ട് കോളം മെട്രിക്സ് എന്താണെന്ന്. എ മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ കോളം. ഒരു കോളം മാത്രമേ ഉണ്ടാവും. കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്നതാണ്. സോ ഒരു വെർട്ടിക്കൽ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റോസിന്റെ എണ്ണം എത്രയാവാം? റോസിന്റെ എണ്ണം എത്ര വേണമെങ്കിലും ആവാം. ഒരു കോളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് കോളം മെട്രിക്സിന്റെ റെസ്ട്രിക്ഷൻ. ചില എക്സാമ്പിൾസ് നോക്കാം നമുക്കതാ. ഇതൊരു കോളം മെട്രിക്സ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്? 1, 2, 3 റോസും ഒരു കോളം. സോ ഇറ്റ്സ് ഓർഡർ ഈസ് 3/1. വേറൊരു എക്സാമ്പിള് കോളം മെട്രിക്സ് 1 - 3. അപ്പോ 1, 2 2 റോസും ഒരു കോളം. സോ ഇറ്റ്സ് ഓർഡർ ഈസ് 2/1. അപ്പൊ എന്താണ് ഈ കോളം മെട്രിക്സിന്റെ പ്രത്യേകത? ഈ സെക്കൻഡ് എലമെന്റ് എപ്പോഴും 1 തന്നെയാണ് നിൽക്കുക. കാരണം എന്താ? ഏതെടുത്താലും അതില് ഒരു കോളമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് കണ്ടീഷൻ. റോസിന്റെ എണ്ണം എത്ര വേണമെങ്കിലും ആവാം, കോളംസിന്റെ എണ്ണം 1 പാടുള്ളൂ. വേറൊരു ജനറൽ ഫോം A11 ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെന്റ്, A21 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, അങ്ങനെ ഇതുവരെ AM1 mth റോയിലെ ഫസ്റ്റ് എലമെന്റ്. അപ്പൊ എത്ര റോസ് ഉണ്ട്? 1, 2 അങ്ങനെ പോയി m വരെ. സോ നമ്പർ ഓഫ് റോസ് ഈസ് m. ആൻഡ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കോളം? ഒരു വെർട്ടിക്കൽ ലൈനേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സെക്കൻഡ് എലമെന്റ് എല്ലാത്തിന്റെയും 1 ആണ്. സോ നമ്പർ ഓഫ് കോളംസ് ഈസ് 1. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ m/1 മെട്രിക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോളം മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു കോളം മെട്രിക്സ് A ആണ്, അതിലത്തെ ജനറൽ എലമെന്റ് Aij ആണെങ്കിൽ അതിന്റെ ഓർഡർ m/1 ആയിരിക്കും. mന്റെ വാല്യൂ 1 തൊട്ട് എത്ര വരെ ആവാം, പക്ഷെ ഈ എലമെന്റ് 1 ആയിട്ട് തന്നെ നിൽക്കും. ബിക്കോസ് ഒരു കോളം മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി ഇതേപോലെ വേറൊരു കൺസെപ്റ്റ് ആണ് റോ മെട്രിക്സ്. എ മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ റോ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാത്രമുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. ലെറ്റ് us look some examples. ഇതില് ഒരു റോ മാത്രമേ ഉള്ളൂ, പക്ഷെ കോളംസിന്റെ എണ്ണം എത്ര വേണമെങ്കിലും ആവാം. ഇവിടെ ഇപ്പൊ 3 കോളംസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓർഡർ ഈസ് 1/3. അനദർ എക്സാമ്പിൾ, എ മെട്രിക്സ് ഓഫ് ഓർഡർ 1/4. ഒരു റോയും 4 കോളംസും ഉണ്ട്. സോ ഇറ്റ്സ് ജനറൽ ഫോം ഈസ് A11 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്, A13 the element which comes in the first row and third column. അതുപോലെ പോയി ഏതുവരെ? ആകെ n കോളംസ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എലമെന്റ് ഈസ് A1 n. That is the element which comes in the first row and nth column. അപ്പൊ ഇതിന്റെ ഓർഡർ എന്താണ്? ഒരു റോയും
n കോളംസും. സോ ഇറ്റ്സ് ഓർഡർ ഈസ് 1/n. അപ്പൊ റോ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് എലമെന്റ് എപ്പോഴും 1 നിൽക്കണം. അതായത് നമ്പർ ഓഫ് റോസ് 1 തന്നെ ആയിരിക്കണം. നമ്പർ ഓഫ് കോളംസ് മാറി മാറി വരാം. സോ അതിന്റെ ജനറൽ പാറ്റേൺ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇഫ് എ ഇസ് എ റോ മെട്രിക്സ്, അതിലത്തെ ഒരു ജനറൽ എലമെന്റ് ആണ് Aij എന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എപ്പോഴും 1/n എന്നുള്ള ഫോമിലായിരിക്കും. എന്റെ വാല്യൂ 1 തൊട്ട് എത്ര വരെ വേണമെങ്കിലും പോകാം. Now next is a square matrix. ആ പേരിൽ തന്നെ ഉണ്ട് സ്ക്വയർ മെട്രിക്സ് എന്താണെന്നുള്ളത്. സ്ക്വയറിന്റെ പാറ്റേണിലുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. അപ്പൊ എപ്പോഴാണ് ഒരു മെട്രിക്സിന് സ്ക്വയറിന്റെ പാറ്റേൺ വരിക? അതിന്റെ റോസിന്റെ എണ്ണവും കോളംസിന്റെ എണ്ണവും ഈക്വൽ ആവുമ്പോൾ. ദ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അതാണ് സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത. അപ്പൊ ഒരു മെട്രിക്സ് Aij of order m/n, A equal to matrix Aij of order m/n, ഒരു സ്ക്വയർ മെട്രിക്സ് ആവുന്നത് എപ്പോഴാണ്? എമ്മിന്റെയും എന്നിന്റെയും വാല്യൂസ് ഈക്വൽ ആവുമ്പോൾ. അപ്പൊ എമ്മിന്റെയും എന്നിന്റെയും വാല്യൂസ് ഈക്വൽ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും m/m അല്ലെങ്കിൽ n/n എഴുതാറില്ല, അല്ലെങ്കിൽ പറയാറില്ല. എഴുതാറുണ്ട് പലപ്പോഴും, പക്ഷെ പറയാറില്ല. നമ്മൾ എങ്ങനെയാ പറയാ? എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ m എന്നേ പറയുള്ളൂ. ഓർഡർ m എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിന്റെ കേസിൽ എന്താ അർത്ഥം? റോസിന്റെ എണ്ണവും m ആണ്, കോളംസിന്റെ എണ്ണവും m ആണെന്നാണ് അർത്ഥം. എക്സാമ്പിൾ ആണ്. ഇതിൽ എത്ര റോസ്? 2 റോസും 2 കോളംസും. സോ നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് കോളംസ് ഇസ് ഓൾസോ 2. സോ ഇറ്റ് ഈസ് എ 2/2 മെട്രിക്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെന്ന് പറയും. വേറെ എക്സാമ്പിൾ, ഇവിടെ 3 റോസും 3 കോളംസും ആണ്. സോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ 3/3 ആണെന്ന് പറയാം. 3/3 എന്ന് പറയുന്നതിന് പകരം ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സ് തന്നെ നമ്മൾ പറയേണ്ട ആവശ്യമുള്ളൂ. ഇനി വേറൊരു ടേം ആണ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയുന്നത്. സ്ക്വയർ മെട്രിക്സിന്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സ്ക്വയറിന്റെ ഡയഗണലിന്റെ ഫോമിൽ വരുന്ന ഈ ഡയഗണലിൽ വരുന്ന എലമെന്റ്സിനെയാണ് പ്രിൻസിപ്പൽ ഡയഗണലിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് മെട്രിക്സ് ആണ് ഈ മെട്രിക്സിന്റെ പ്രിൻസിപ്പൽ ഡയഗണലിനെ കാണിക്കുന്നത് എന്നൊക്കെ പറയാം. പക്ഷെ അവിടെ ഒരു സംശയം വരാവുന്നത്, സ്ക്വയറിന് ആക്ച്വലി 2 ഡയഗണൽസ് ഉണ്ട്. പക്ഷെ മെട്രിക്സിന്റെ കേസിൽ ഇതും മെട്രിക്സിന്റെ മെയിൻ ഡയഗണലായിട്ട് പറയാറില്ല. പകരം ഇത് മാത്രമാണ് മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ. അപ്പൊ സ്ക്വയറിന്റെ ഉള്ള പോലെ 2 ഡയഗണൽസ് ഇല്ല. മെട്രിക്സിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അതുതായി ഈ ഒരു ഡയഗണലിനെയാണ് ആ രീതിയിൽ പറയുന്നത്. ദ പ്രിൻസിപ്പൽ or main diagonal of a square matrix is composed of all elements Aij for which I equal to j. എന്താ അതിന്റെ അർത്ഥം? ഈ എലമെന്റ് ജനറൽ ഫോം എന്താ? This is the element which comes in the first row and first column. അപ്പൊ അതിന്റെ പാറ്റേൺ ഇവിടെ ക്യാപിറ്റൽ ബി ആയതുകൊണ്ട് നമുക്ക് സ്മോൾ ബി 1 എന്ന് വേണമെങ്കിൽ ജനറൽ ആയിട്ട് പറയാം. ഈ എലമെന്റ് പാറ്റേൺ എന്താ? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റ്. സോ ഇതിന്റെ ജനറൽ പാറ്റേൺ എന്ന് പറയുന്നത് B12 എന്ന് പറയാം. അപ്പൊ ഇവിടെ B11, ഇത് B12. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെന്റ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ റെപ്രസെന്റേഷൻ എന്താ? ഇത് സെക്കൻഡ് റോയിലെ എലമെന്റ്സ് ആണ്. സോ ഇതിന്റെ റെപ്രസെന്റേഷൻ B21 എന്ന് പറയാം. B2 സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് റോ. സെക്കൻഡ് റോയിൽ വരുന്ന എലമെന്റ് ആണ്. 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് B12 എന്ന് പറയുന്നത്. ഇതിന്റെ റെപ്രസെന്റേഷൻ B22 ആണ്. അപ്പൊ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ 2 എലമെന്റ്സ് ആണ് ഇവിടുത്തെ മെയിൻ ഡയഗണലിൽ വരുന്ന എലമെന്റ്സ്. അപ്പൊ ഇതിന്റെ റെപ്രസെന്റേഷൻ B11 ആയിരുന്നു. ഇതിന്റെ റെപ്രസെന്റേഷൻ B22 ആണ് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെയുള്ള എലമെന്റ്സിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? അതില് ഐയുടെ വാല്യൂ ജെയുടെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇത് ഏത് സ്ഥാനത്താണ് വരുന്നത്? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ്. അപ്പൊ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം രണ്ടും സെയിം അല്ലേ? രണ്ടും ഫസ്റ്റ് തന്നെയല്ലേ? ഇനി ഈ എലമെന്റ് സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ, അതുകൊണ്ട് സെക്കൻഡ് രണ്ട് സെയിം തന്നെയല്ലേ? അതാണ് ഇവിടെ I ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ മെട്രിക്സിന്റെ മെയിൻ ഡയഗണലിൽ ഏതൊക്കെയുള്ളത്? 1, 9, 1 ആണ്. 1ന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ മെട്രിക്സിന്റെ പേര് A ആണെങ്കിൽ നമുക്ക് A11 ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ്, അതുപോലെ തേർഡ് റോയിലെ തേർഡ് എലമെന്റ്. അപ്പൊ അവിടെയും I ഈക്വൽ ടു ജെ ആണ്. അപ്പൊ ഈ I ഈക്വൽ ടു ജെ ആവുന്ന മെട്രിക്സിലെ എലമെന്റ്സിന്റെ സ്ഥാനത്ത് എന്തൊക്കെയുണ്ടോ ആ എലമെന്റ്സിനെ പറയുന്ന പേരാണ് എലമെന്റ്സ് വിച്ച് ആർ ലൈയിങ് ഇൻ ദ മെയിൻ ഡയഗണൽ. അല്ലെങ്കിൽ ആ എലമെന്റ്സ് ആണ് സ്ക്വയർ മെട്രിക്സിന്റെ മെയിൻ ഡയഗണലിനെ റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്റ്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് എലമെന്റ്സ് ഓഫ് ഡയഗണൽ ഓഫ് ബി. ബിയുടെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1ഉം 0ഉം ആണ്. 3ഉം 1ഉം പറയാറില്ല, 1ഉം 0ഉം ആണ്. അതുപോലെ ഈ മെട്രിക്സിന്റെ മെയിൻ ഡയഗണലിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? 1, 9 ആൻഡ് 1.
ഇനി അടുത്തൊരു ടേം ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഡയഗണൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു മെട്രിക്സിന്റെ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡയഗണൽ ഉള്ളൂ. ആ ഡയഗണൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഡയഗണലിൽ ചില പ്രത്യേകതകൾ വരുമ്പോഴാണ് അതിനെ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണെന്ന്. എ സ്ക്വയർ മെട്രിക്സ് വേർ ഓൾ ദ എലമെന്റ്സ് ആർ 0 എക്സെപ്റ്റ് ദോസ് ഓൺ ദ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെയിൻ ഡയഗണലിൽ അല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ എലമെന്റ്സ് എല്ലാം സീറോസ് ആയിരിക്കണം. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ, രണ്ട് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. ഇത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ബിക്കോസ് 3 റോസും 3 കോളംസും ഉണ്ട്. ഏതൊക്കെയാണ് ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ്? 1, 2, 1. ഇതെല്ലാം നോൺ സീറോ എലമെന്റ്സ് ആണ്. ഇനി ഇതല്ലാതെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം സീറോസ് ആണ്. അപ്പൊ മെയിൻ ഡയഗണലിൽ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം സീറോസ് ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഇതും ഡയഗണൽ മെട്രിക്സ് ആണ്. ബിക്കോസ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഡയഗണൽ. ഈ ഒരു ലൈനിലുള്ള എലമെന്റ്സ് ഒഴിച്ച് ബാക്കി അപ്പുറവും ഇപ്പുറവും മുഴുവൻ സീറോസ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡയഗണൽ മെട്രിക്സ്. അതിന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ 4 ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ് ഇത്. ഇതാണ് ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത. അതായത് നമുക്ക് ഇങ്ങനെ ജനറലൈസ് ചെയ്യാം. Aij 0 ആയിരിക്കും. എവിടേക്ക് Aij 0 ആവുക? ഏതൊക്കെ സ്ഥാനത്തെ എലമെന്റ്സാ 0 ആവുന്നതെന്ന് നോക്കൂ. ഇത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ്. അപ്പൊ റോസിന്റെ എണ്ണം 1, കോളംസിന്റെ എണ്ണം ഈ 2 എലമെന്റ് ഇതിന് 2 ആണ്, ഇതിന് 3 ആണ്. ഇനി ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, അപ്പൊ 2, 1. ഇത് സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ് 2, 3. അതുപോലെ ഇതും. ഇവിടെയൊക്കെ റോസിന്റെ എണ്ണം അല്ലെങ്കിൽ അത് വരുന്ന റോസിന്റെ സ്ഥലവും അത് വരുന്ന കോളംസിന്റെ നമ്പറും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യാസം വരുന്നിടത്ത് i നോട്ട് ഈക്വൽ ടു j ആവുന്ന സ്ഥലത്തെല്ലാം എലമെന്റ്സ് 0 ആയിരിക്കണം. അപ്പൊ ബാക്കിയുള്ളടത്ത് നോൺ സീറോ എലമെന്റ്സ് വരാം. Now next is a scalar matrix. Scalar matrix എന്ന് പറഞ്ഞാൽ a diagonal matrix having diagonal elements equal. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഡയഗണൽ മെട്രിക്സില് ഈ എലമെന്റ്സ് നോൺ സീറോ ആയാൽ മതി എന്ന് പറഞ്ഞു. ഇനി നോൺ സീറോ ആവുന്നതിന്റെ കൂടെ തന്നെ ഈ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്കേലാർ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് ഓഫ് ഓർഡർ n by n. n by n എഴുതാനുള്ള കാരണം എന്താ? സ്ക്വയർ മെട്രിക്സിന്റെ കേസിൽ മാത്രമേ സ്കേലാർ മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. എല്ലാ മെട്രിക്സിലും സ്കേലാർ മെട്രിക്സ് ഇല്ല. അത് സ്ക്വയർ മെട്രിക്സിന്റെ ഒരു പ്രത്യേക കാറ്റഗറിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓർഡർ n by n കാണിച്ചിട്ടുള്ളത്. ഈ ഒരു സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് സ്കേലാർ മെട്രിക്സ് ആവുക? Aij ഈക്വൽ ടു 0 ഫോർ i നോട്ട് ഈക്വൽ ടു j. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഡയഗണലിൽ അല്ലാത്ത എലമെന്റ്സ് എല്ലാം 0 ആവണം. ഐയും ജെയും ഈക്വൽ അല്ലാത്ത കേസിൽ, അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഈക്വൽ അല്ലാത്ത കേസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു എലമെന്റ് വരുന്ന റോസിന്റെ എണ്ണം, ഒരു എലമെന്റ് വരുന്ന കോളത്തിന്റെ നമ്പർ, ഈ 2 നമ്പേഴ്സ് സെയിം അല്ലാത്ത കേസിലെല്ലാം ആ എലമെന്റ് 0 ആയിരിക്കണം. പിന്നെ Aij ഈക്വൽ ടു k എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോ? when i ഈക്വൽ ടു j. i ഈക്വൽ ടു j ആവുന്ന കേസ് എപ്പോഴാണ്? അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് എല്ലാം ഈക്വൽ ആവണം, നോൺ സീറോ ആവണം. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം സീറോസ് വരണം. അങ്ങനെ വന്നാലാണ് ആ മെട്രിക്സിനെ സ്കേലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സോ എക്സാമ്പിൾസ് നോക്കുക. ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. ബിക്കോസ് ഇവിടെ ഒരു എലമെന്റേ ഉള്ളൂ. നമ്പർ ഓഫ് റോ 1 ആണ്, നമ്പർ ഓഫ് കോളം 1 ആണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ സ്ക്വയർ മെട്രിക്സ്. ഇവിടെ ഇത് തന്നെയാണ് ഡയഗണൽ എലമെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുക. അതിന്റെ അപ്പുറം ഒന്നുമില്ല. സോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ എ സ്കേലാർ മെട്രിക്സ്. അതിന്റെ ഓർഡർ 1 ആണ്. ഇനി ഇത് ഓർഡർ 2 ഒരു സ്കേലാർ മെട്രിക്സ് ആണ്. അപ്പൊ നോക്കൂ, ഈ 2 എലമെന്റ്സ് ആണ് ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് അല്ലെ? -1 ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ, ഈ -1 സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിൽ. അപ്പോ അത് വരുന്ന റോസിന്റെ എണ്ണം ഈക്വൽ ടു അത് വരുന്ന കോളത്തിന്റെ നമ്പർ. അതുകൊണ്ടാണ് ഇതിനെ ഡയഗണൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ 2 നമ്പേഴ്സ് നോൺ സീറോ ആണ്, മാത്രമല്ല അത് ഈക്വലും ആണ്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം സീറോസ് ആണ്. അതുകൊണ്ട് ഇത് സ്കേലാർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ് ഓഫ് ഓർഡർ 2. അതേപോലെ ഓർഡർ 3 ഒരു സ്കേലാർ മെട്രിക്സ് ആണ് ഇത്. ഇവിടെ കെയുടെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് 2 ആണ്. ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണ്. ഇനി ഇതിന്റെ തന്നെ വേറൊരു കാറ്റഗറിയാണ് യൂണിറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ക്യാപിറ്റൽ I എന്നുള്ള ലെറ്റർ ആണ് സാധാരണ യൂസ് ചെയ്യുക. നോക്കാം എന്താന്ന്. അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് വിത്ത് വൺസ് ഓൺ ദ മെയിൻ ഡയഗണൽ. അപ്പൊ നേരത്തെ നമ്മൾ സ്കേലാർ മെട്രിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു സ്കേലാർ മെട്രിക്സിലെ മെയിൻ ഡയഗണലിലെ എലമെന്റ്സ് എല്ലാം സെയിം ആയാൽ മതി. ഇവിടെ എന്താവണം?
ആ സെയിം ഏതെങ്കിലും ഒരു സെയിം എലമെന്റ് വന്നാൽ പോരാ, അത് 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിലാണ് അതിനെ യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 4. നോക്കുക, ഇതാണ് മെയിൻ ഡയഗ്രാമിൽ വരുന്ന എലമെന്റ്സ്. ഈ മെയിൻ ഡയഗ്രാമിലെ എലമെന്റ്സ് എല്ലാം നോൺ സീറോ ആണ്. നോൺ സീറോ ആണെന്ന് മാത്രമല്ല, അത് 1 തന്നെയാണ്. 1 തന്നെയാണെങ്കിലാണ് അതിനെ യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെയിൻ ഡയഗ്രാമിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തുള്ള എലമെന്റ്സും സീറോസ് ആണ്. ദിസ് അനദർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് എ യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഓർഡർ 2 യൂണിറ്റ് മെട്രിക്സ് അല്ലെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഇത്. ഇനി ഇതിനെ നമ്മൾ ഓർഡർ അടക്കം റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു രീതി ഉപയോഗിക്കാറുണ്ട്. ജനറൽ ആയിട്ട് ഐഡന്റിറ്റി മെട്രിക്സിനെ I എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു. ഓഫ് ഓർഡർ 2 ആണെന്ന് കാണിക്കാൻ I2 എന്ന് എഴുതാറുണ്ട്. അതുപോലെ ആദ്യത്തെ മെട്രിക്സിനെ നമുക്ക് I4 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ അർത്ഥം ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 4 എന്നാണ്. ഇനി എന്താണ് യൂണിറ്റ് മെട്രിക്സിന്റെ പ്രത്യേകത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Aij ഈക്വൽ ടു 0 എവിടെ? ഫോർ I നോട്ട് ഈക്വൽ ടു j. ഐയും ജെയും ഈക്വൽ അല്ലാത്ത എല്ലാ എലമെന്റ്സും സീറോസ് ആണ്. പിന്നെ ഐയും ജെയും ഈക്വൽ ആയ എലമെന്റ്സോ അതെല്ലാം നിർബന്ധമായിട്ടും 1 ആയിരിക്കണം. ഇതാണ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റുക. നെക്സ്റ്റ് ഈസ് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ 0 തന്നെ ഒന്ന് ഡാർക്ക് ആയിട്ട് എഴുതിയാൽ മതി. നൾ മെട്രിക്സ് ഓർക്കാനൊന്നുമില്ല. ഒരു മെട്രിക്സിന്റെ ഉള്ളിലത്തെ എലമെന്റ്സ് എല്ലാം സീറോസ് ആണെങ്കിൽ അതിനെയാണ് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓൾ എലമെന്റ്സ് ഇൻ ദ മെട്രിക്സ് ആർ സീറോ ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സ് ആണ് നൾ മെട്രിക്സ്. സോ ദിസ് ആൻ എക്സാമ്പിൾ ഫോർ എ നൾ മെട്രിക്സ് ബിക്കോസ് എല്ലാ എലമെന്റ്സും സീറോസ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്? 3 റോസും 1 കോളും. സോ ദിസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3/1. ഏത് ഓർഡറിലും നമുക്ക് നൾ മെട്രിക്സ് എഴുതാം. അത് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ പറ്റുള്ളൂ എന്നില്ല. ഏത് ഓർഡറിലുള്ള മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നൾ മെട്രിക്സ് എഴുതാം. ഇവിടെ ഓർഡർ 3 സ്ക്വയർ മെട്രിക്സ് ആണ് ഇവിടുത്തെ നൾ മെട്രിക്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓർഡർ 3 നൾ മെട്രിക്സ്. അപ്പോൾ നൾ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത Aij ഈക്വൽ ടു 0 ഫോർ ഓൾ I ആൻഡ് j. എല്ലാ എലമെന്റ്സും സീറോസ് ആവണം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഐക്കും ജെയ്ക്കും ഏത് വാല്യൂസ് വന്നാലും അതെല്ലാം സീറോസ് ആയിരിക്കും. ഇനി നമുക്ക് പറയേണ്ടത് രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. 2 മെട്രിക്സസ് A ഈക്വൽ ടു മെട്രിക്സ് Aij. അപ്പൊ ക്യാപിറ്റൽ എയിൽ ഒരു ജനറൽ എലമെന്റ് ഉപയോഗിച്ച് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നർത്ഥം. B ഈക്വൽ ടു മെട്രിക്സ് Bij. അത് പറയാൻ എളുപ്പത്തിനാണ് ക്യാപിറ്റൽ B ആണ് മെട്രിക്സിന്റെ പേര് എന്നുള്ളത് കൊണ്ട് അതിലത്തെ എലമെന്റ്സിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ സ്മോൾ b ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടും വേറെ വേറെ പാറ്റേണിലുള്ള മെട്രിക്സ് ആണെങ്കിൽ നമുക്കത് ഈക്വൽ ആണോ അല്ലയോ എന്ന് പറയാൻ വകുപ്പില്ല. അപ്പൊ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എയും ബിയും സെയിം ഓർഡറിലുള്ളതായിരിക്കണം. അതായത് സെയിം പാറ്റേണിലുള്ള രണ്ട് മെട്രിക്സ് തമ്മിലെ ഇക്വാളിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ എന്നർത്ഥം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു the corresponding element of B. What is the meaning of that? എയില് ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ എലമെന്റ് ഏതാണോ അത് ബിയിലെ അതേ സ്ഥാനത്ത് വരുന്ന എലമെന്റിന് ഈക്വൽ ആണ്. അതായത് ബിയിലെ ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റിന് ഈക്വൽ ആയിരിക്കാം. അതാണ് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എയിലുള്ള ഓരോ എലമെന്റും ബിയില് അതാത് സ്ഥലത്ത് വരുന്ന എലമെന്റ്സിന് ഈക്വൽ ആയിരിക്കണം എന്നർത്ഥം. അതായത് Aij ഈക്വൽ ടു Bij ഫോർ ഓൾ I ആൻഡ് j. ഐക്കും ജെയ്ക്കും ഏത് വാല്യൂസ് വന്നാലും അതാത് സ്ഥലങ്ങളിൽ വരുന്ന രണ്ട് മെട്രിക്സിലെയും എലമെന്റ്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എയുടെയും ബിയുടെയും ഓർഡർ വ്യത്യസ്തമാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമുക്ക് കിട്ടൂല. ചിലപ്പോൾ ഒന്നിൽ ബാക്കി വരും, അല്ലെങ്കിൽ ഒന്നിൽ ഷോർട്ടായി പോകും, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഒരേ സൈസിലുള്ള മെട്രിക്സുകൾ തമ്മിലെ ഇക്വാലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സൈസിലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? സെയിം ഓർഡറിലുള്ള മെട്രിക്സുകൾ തമ്മിലെ ഇക്വാലിറ്റി ഡിഫൈൻഡ് ഉള്ളൂ. ഇതൊരു എക്സാമ്പിൾ ആണ്. എ എന്ന മെട്രിക്സ്, ബി എന്ന മെട്രിക്സ്. ഇതിന്റെ ഓർഡർ 3 ആണ്. 3യിലുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതും ഓർഡർ 3യിലുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആണ്. ഇനി എന്താ വേണ്ടത്? ഓരോ എലമെന്റ്സ് തമ്മിലും ഇക്വാലിറ്റി വേണം. അതാത് സ്ഥലത്തുള്ള എലമെന്റ്സ് തമ്മിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ് നോക്കണം. 1 ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റ്. ഇവിടെ ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ വരുന്ന എലമെന്റും 1 ആണ്.
അപ്പൊ ഈ സ്ഥാനത്ത് ഇപ്പുറത്തെ മെട്രിക്സിൽ വരുന്ന എലമെന്റ് ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ സീറോ എവിടെ വരുന്നത്? എയിലെ ഫസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റ് അത് ഏതിന് ഈക്വൽ ആണ്? ബിയിലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റിന് ഈക്വൽ ആണ്, സെക്കൻഡ് കോളത്തിൽ വരുന്ന എലമെന്റിന് ഈക്വൽ ആണ്. അങ്ങനെ അതാത് സ്ഥാനത്തുള്ള എല്ലാ എലമെന്റ്സും ഈക്വൽ ആണെങ്കിലാണ് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇങ്ങനെയാണ് ഇക്വാലിറ്റിയുടെ ഡെഫിനിഷൻ ഉള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ മെട്രിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.